നിങ്ങൾ എപ്പോഴെങ്കിലും വാർഡിലൊരു രോഗിയെ പരിചരിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നതിനു പകരം വേറൊരു രീതി പരീക്ഷിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആകുമോ എന്ന്? ആ ഒരു ചെറിയ ചിന്ത, ആ ഒരു ചോദ്യം, അതെങ്ങനെയാണ് രോഗികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു യഥാർത്ഥ ഗവേഷണമാക്കി മാറ്റാൻ പറ്റുന്നത്? ഇന്ന് നമ്മൾ ആ ആശയക്കുഴപ്പത്തിൽ നിന്ന് വ്യക്തതയിലേക്കുള്ള വഴിയാണ് നോക്കാൻ പോകുന്നത്. അതെ, ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. എല്ലാ ദിവസവും നമ്മൾ കാണുന്ന രോഗികളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വ്യക്തമായ ഒരു റിസർച്ച് ടോപ്പിക്കിലേക്ക് നമ്മൾക്ക് എങ്ങനെ എത്താൻ പറ്റും? ആ യാത്രയുടെ ആദ്യത്തെ പടികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തതയില്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഉത്തരം എവിടെയാണ് തിരയേണ്ടതെന്നോ ഒരു ഐഡിയയും കിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ, ഒരു റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗവേഷണത്തിന്റെ ഒരു കോമ്പസ് പോലെയാണ്. അപ്പോ ഏതൊരു റിസർച്ചിന്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഘട്ടമാണ്, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഇത് നിങ്ങളുടെ വലിയൊരു ഐഡിയയെ ഒരു സൂക്ഷ്മദർശിനിയിലൂടെ കാണുന്നത് പോലെയാണ്. അതായത്, വിശാലമായ ഒരു വിഷയത്തെ കൃത്യമായി പഠിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുന്നു. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ അറിവിലെ ഒരു വിടവാണ്. ഇതിനെപ്പറ്റി നമുക്കെന്താ അറിയാം, ഇനി എന്തറിയണം, ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിലുള്ള ആ ഗ്യാപ്പ് നികത്തുമ്പോഴാണ് പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ആവുന്നത്. പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അതിലേക്കുള്ള വഴി കണ്ടെത്തണം. ഒരു ബിൽഡിംഗ് പണിയുന്നതിന് മുൻപ് ഒരു ബ്ലൂ പ്രിന്റ് വേണമല്ലോ. അതുപോലെ റിസർച്ചിന് കൃത്യമായ ലക്ഷ്യങ്ങൾ വേണം. അതാണ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. ഈ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂ പ്രിന്റിലെ ഓരോ പോയിന്റ്സ് പോലെയാണ്. ആ വലിയ ചോദ്യത്തെ ചെറിയ, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാക്കി മാറ്റുന്നു. ഏത് ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്, ആരെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് റിസൾട്ട് അളക്കേണ്ടത് എന്നതിനെല്ലാം ഈ ഒബ്ജക്റ്റീവ്സ് നമുക്കൊരു ഡയറക്ഷൻ തരും. ഇനി നമുക്ക് ഇത് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. രണ്ട് യഥാർത്ഥ ഉദാഹരണങ്ങൾ വെച്ച് ഈ ആശയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. ആദ്യത്തേത് ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയാണ്. അതായത്, ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പഠനം. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഡൽഹിയിലെ തിരഞ്ഞെടുത്ത കോളേജുകളിലെ കൗമാരക്കാരായ പെൺകുട്ടികൾക്കിടയിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സിന്റെ വ്യാപനത്തെക്കുറിച്ചുള്ള ഒരു വിവരണാത്മക പഠനം. കണ്ടില്ലേ, എന്ത് ക്ലിയറാണെന്ന് നോക്കൂ. എന്താണ് പഠിക്കുന്നത്, ആരെയാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത് എന്നതിലൊന്നും ഒരു സംശയവുമില്ല. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് കീറിമുറിച്ചു നോക്കാം. ഈ ടേബിളിലേക്ക് നോക്കൂ. പഠനതരം എന്താണ്? അതൊരു വിവരണാത്മക പഠനമാണ്. ജനസംഖ്യ അഥവാ ആരെയാണ് പഠിക്കുന്നത്? ഡൽഹിയിലെ കോളേജ് പെൺകുട്ടികളെ. ഗവേഷണ വേരിയബിൾ അഥവാ എന്താണ് പഠിക്കുന്നത്? ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കണ്ടോ, ആ ഒരൊറ്റ വാചകത്തിൽ ഇത്രയും വിവരങ്ങളുണ്ട്. ഈ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം, അതായത് പ്രൈമറി ഒബ്ജക്റ്റീവ്, എത്ര പേർക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തലാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, അല്ലേ? ഈ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് നോക്കൂ. ഏതൊക്കെ തരം ഡിസോർഡേഴ്സ് ആണുള്ളത്, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതിന് പിന്നിലെ സൈക്കോളജിക്കൽ കാരണങ്ങൾ എന്തൊക്കെയാകാം. ഈ അധിക വിവരങ്ങൾ കൂടി ചേരുമ്പോഴാണ് ആ പ്രശ്നത്തിന്റെ ഒരു കംപ്ലീറ്റ് ചിത്രം നമുക്ക് കിട്ടുന്നത്. ഇപ്പോ ഈ കാണുന്ന ടേബിൾ നോക്കൂ. ഇതൊരു നല്ല ഉദാഹരണമാണ്. ഒരു സെക്കൻഡറി ഒബ്ജക്റ്റീവ്, ഉദാഹരണത്തിന് സാമൂഹിക ഘടകങ്ങൾ പഠിക്കുക എന്നത്, എങ്ങനെയാണ് ഡാറ്റ കളക്ഷനിലേക്ക് നയിക്കുന്നതെന്ന് കണ്ടോ? ഈ ടേബിളിൽ കാണുന്നത് പോലെ കുട്ടികളുടെ പ്രായം, ഭക്ഷണശീലം, BMI പോലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് ആ പ്രശ്നത്തിന് ഒരു കോണ്ടെക്സ്റ്റ് നൽകാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ഒരു സിറ്റുവേഷനെ വിവരിക്കുകയായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡി. ഇവിടെ നമ്മളൊരു കാര്യത്തിൽ ഇടപെട്ട് അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് പരിശോധിക്കാൻ പോവാണ്. ഇവിടെ ചോദ്യം എന്താണ് അവസ്ഥ എന്നല്ല, പകരം നമ്മളൊരു കാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ്. അതായത്, എക്സസൈസ് എന്നൊരു ഇന്റർവെൻഷൻ നടുവേദന കുറയ്ക്കുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ഈ സ്റ്റേറ്റ്മെന്റിനെയും നമുക്ക് ഇതുപോലൊന്ന് വിഭജിച്ചു നോക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. സ്വതന്ത്ര വേരിയബിൾ അഥവാ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റം വരുത്തുന്ന കാര്യമാണ്. ഇവിടെ അത് എക്സസൈസ് തെറാപ്പിയാണ്. ആശ്രിത വേരിയബിൾ അഥവാ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അളക്കുന്ന റിസൾട്ടാണ്. അതായത്, എക്സസൈസ് കാരണം നടുവേദനയ്ക്ക് എന്തു മാറ്റം വന്നു എന്നുള്ളത്. ഈ ലക്ഷ്യങ്ങളൊന്ന് നോക്കൂ.
ഇത് ആ എക്സ്പെരിമെന്റ് നടത്താനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് പോലെ തന്നെയുണ്ട് അല്ലേ? ആദ്യം വേദന അളക്കുന്നു, പിന്നെ വ്യായാമം കൊടുക്കുന്നു, അവസാനം ഫലം വീണ്ടും അളക്കുന്നു. ഓരോ സ്റ്റെപ്പും എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് സ്റ്റഡീസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? നമുക്ക് നോക്കാം. വിവരണാത്മക പഠനം ഒരു സാഹചര്യത്തിന്റെ ഒരു ചിത്രം നമുക്ക് തരുന്നു, ഒരു സ്നാപ്ഷോട്ട് പോലെ. അതേസമയം പരീക്ഷണാത്മക പഠനം ഒരു കാരണവും അതിന്റെ ഫലവും തമ്മിലുള്ള ബന്ധം ടെസ്റ്റ് ചെയ്യുന്നു. ഒന്ന് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മറ്റേത് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മളിപ്പോ കണ്ട രണ്ട് ഉദാഹരണങ്ങളും ഒരേ കാര്യമാണ് നമ്മളോട് പറയുന്നത്. ഒരു നല്ല റിസർച്ചിന് കൃത്യമായ ഒരു ദിശാബോധം വേണം. ആ ദിശാബോധം കൊടുക്കുന്നത് അതിന്റെ ബ്ലൂ പ്രിന്റാണ്. അപ്പോ നിങ്ങളുടെ വാർഡിൽ കാണുന്ന ഒരു ചെറിയ പ്രശ്നം, അതിനെ രോഗികളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ശാസ്ത്രീയ പഠനമാക്കി മാറ്റാനുള്ള താക്കോൽ ശരിക്കും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അതിനു വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്: ഒരു വ്യക്തമായ ചോദ്യവും അതിനുത്തരം കണ്ടെത്താനുള്ള ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ അടുത്ത വലിയ നഴ്സിംഗ് ഗവേഷണത്തിന്റെ തുടക്കം അവിടെ നിന്നായിരിക്കാം. നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ബ്ലൂ പ്രിന്റ് നൽകാൻ നിങ്ങൾ റെഡിയാണോ?